Hello everyone, welcome back to my channel. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഏതെങ്കിലും വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടിയെന്ന് വരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോയ്ക്ക് എപ്പോഴെങ്കിലും കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ ഈ കോപ്പിറൈറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? അഥവാ പറ്റുമെങ്കിൽ ഏത് ടൈപ്പിലുള്ള വീഡിയോയുടെ കോപ്പിറൈറ്റ് ആണ് നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതും ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. യൂട്യൂബിൽ രണ്ട് ടൈപ്പിലുള്ള കോപ്പിറൈറ്റ് ആണ് കിട്ടാറുള്ളത്. ഒന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, രണ്ടാമത്തേത് കോപ്പിറൈറ്റ് ക്ലെയിം. ഇതിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റേതെങ്കിലും ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റിനെ കോപ്പി ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു തരും. അതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് യൂട്യൂബ് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാം. ഏത് രീതിയിൽ കിട്ടിയാലും ശരി, നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് കിട്ടുന്നത് മേടിച്ച് കയ്യിൽ വെക്കാനേ പറ്റത്തുള്ളൂ. ആകെ ചെയ്യാൻ പറ്റുന്നത് 3 സ്ട്രൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാതെ നോക്കുക. 3 സ്ട്രൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ചാനൽ റിമൂവ് ചെയ്ത് കളയും. ഇനി നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമിലേക്ക് വരാം. സാധാരണ നമുക്കൊരു വീഡിയോയിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്നത് നമ്മൾ ഏതെങ്കിലും കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് യൂസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ പേടിക്കാനായിട്ടൊന്നുമില്ല. കാരണം കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയാലും ശരി, നമ്മുടെ ചാനലിനെ അത് എഫക്റ്റ് ചെയ്യാറില്ല. അവിടെ ആകെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് യൂസ് ചെയ്ത ആ വീഡിയോയെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പൈസ മുഴുവൻ ആ മ്യൂസിക് ക്രിയേറ്ററിന് പോകും. പക്ഷേ ഇത്തരത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം നമ്മുടെ വീഡിയോസിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിമിനെ റിമൂവ് ചെയ്ത് ആ വീഡിയോയെ മോണിറ്റൈസേഷന് എലിജിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസിൽ നമുക്ക് ഇതേപോലെ കോപ്പിറൈറ്റ് മ്യൂസിക്കിനെ റിമൂവ് ചെയ്ത് അതിനെ മോണിറ്റൈസേഷൻ ആ വീഡിയോയെ എലിജിബിൾ ആക്കാൻ പറ്റും? ഇതിൽ ആദ്യം വരുന്നത് ഡാൻസ് വീഡിയോസ് ആണ്. പക്ഷെ ഡാൻസ് വീഡിയോസിൽ ത്രൂ ഔട്ട് ദ വീഡിയോ ഈ പാട്ട് അല്ലെങ്കിൽ ഈ മ്യൂസിക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഡാൻസ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് നോക്കേണ്ട, അത് പറ്റത്തില്ല. പക്ഷേ വളരെയധികം ലോങ് വീഡിയോസ് ആളുകൾ യൂട്യൂബിൽ ചെയ്യാറുണ്ട്. ഇതിൽ ഫൺ വീഡിയോസ് വരാം, എന്റർടൈൻമെന്റ് വീഡിയോസ് വരാം, അതുപോലെ ട്രാവൽ വ്ളോഗ്സ് ആവാം, ഇതുപോലെ പലതരത്തിലുള്ള വീഡിയോസ് ആകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലോങ് വീഡിയോസിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, അതായത് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെയുള്ള ഏതെങ്കിലും ഒരു പാർട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മ്യൂസിക് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതും കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും. പക്ഷേ ഇതൊരു ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോയുടെ ഒരു ചെറിയ പാർട്ടിലാണ് ഇതുള്ളത്. അത് എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഫണ്ടിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഈ ഒരു കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഈ മ്യൂസിക്കിന്റെ കാരണം ഈ മുഴുവൻ വീഡിയോയ്ക്കും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ടായിരിക്കാം. അവരുടെ കഷ്ടപ്പെട്ട് ഇവരുണ്ടാക്കിയ ആ വീഡിയോ മുഴുവൻ, അതിൽ നിന്നുണ്ടായ ജനറേറ്റ് ചെയ്ത പൈസ മുഴുവൻ ആ പാട്ട് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററിന് പോകും. ഇവർക്ക് 5 പൈസ പോലും കിട്ടത്തില്ല. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഈ പാട്ടിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഇത് റെക്കോർഡായിട്ടുള്ള പാട്ടായിരിക്കാം. അതുമൂലമായിരിക്കും അവരുടെ ഈ മോണിറ്റൈസേഷൻ നഷ്ടമാവുന്നതും അവർക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്നതും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലോങ് വീഡിയോസിന്റെ ഏതെങ്കിലും ഒരു സെഗ്മെന്റിലുള്ള 30 സെക്കൻഡിന്റെ ഒരു പാട്ട് മൂലം അവർക്ക് ആ ഫുൾ വീഡിയോയിൽ കിട്ടിയ ഈ കോപ്പിറൈറ്റിനെ നമുക്ക് റിമൂവ് ചെയ്ത് ആ വീഡിയോയെ നമുക്ക് മോണിറ്റൈസേഷന് എലിജിബിൾ ആക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതേപോലെയുള്ള നമ്മുടെ ലോങ് വീഡിയോസിലുള്ള ഈ കോപ്പിറൈറ്റ് ക്ലെയിമിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് വരിക. ഞാനിവിടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുള്ള വീഡിയോ ഏതാണെന്ന് നോക്കുക. അതിനായിട്ട് നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്ത് പെട്ടെന്ന് തന്നെ നോക്കാൻ പറ്റും. ഇപ്പോൾ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിംസിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുള്ള വീഡിയോസ് മാത്രം കാണിക്കും. ഇവിടെ എനിക്ക് ഒറ്റ ഒരു വീഡിയോയേ ഉള്ളൂ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുള്ള ലോങ് വീഡിയോയെ. കാരണം ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഷോർട്സ് മൊബൈലിൽ നിന്നും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ലോങ് വീഡിയോ ചെയ്തതാണ്. അത് ചെയ്തതിനിടയ്ക്ക് ഒരു ഷോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഈ ലോങ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിനെ പിന്നീട് എക്സ്റ്റേണലി എഡിറ്റ് ചെയ്ത് പിന്നീട് അപ്ലോഡ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ആ 15 സെക്കൻഡ്സിലുള്ള ആ ഒരു ചെറിയ പാട്ടിന് വേണ്ടി എനിക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ ഈ വീഡിയോയിൽ ഇവിടെ റെസ്ട്രിക്ഷൻസിൽ ഇവിടെ കോപ്പിറൈറ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഈ കോപ്പിറൈറ്റിലൂടെ നമ്മൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് കണ്ടന്റ് ഫൗണ്ട്. ദ ഓണർ അലൗസ് ദ കണ്ടന്റ് ടു ബി യൂസ്ഡ് ഓൺ യൂട്യൂബ്. അതായത് നമ്മൾ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് നമ്മുടെ ചാനലിന് പ്രോബ്ലംസ് ഒന്നുമില്ല, ഓണർ അതിനെ അലൗ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ സി ഡീറ്റെയിൽസിനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നോ ഇമ്പാക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കോപ്പിറൈറ്റ് ക്ലെയിം കൊണ്ട് നമുക്ക് യാതൊരു ഇമ്പാക്റ്റും നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നോ ഇമ്പാക്റ്റിൽ നമ്മൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോപ്പിറൈറ്റ് മ്യൂസിക്കിന്റെ ഓണറെ കാണിക്കുന്നുണ്ട്. ഇവിടെ അവനീർ മ്യൂസിക് എന്നാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ, ഈ ലോങ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആ ഷോർട്സിന്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലാപ്പള്ളി എന്നുള്ള പാട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിനെ ഞാൻ ലോങ് വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയത്. അപ്പോൾ അവരെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ പാലാപ്പള്ളി എന്നുള്ള പാട്ട് യൂസ് ചെയ്തു എന്നുള്ളത് മെൻഷൻ ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് അവർ ഈ ടോട്ടൽ വീഡിയോയിൽ ഞാൻ ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ഈ പാട്ടിനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ കാണിക്കുന്നത് ഞാൻ 3:33 മുതൽ 3:50 വരെ ഈ പാട്ടിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ്ലി 17 സെക്കൻഡ്സ് ഞാൻ ഈ പാട്ടിനെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്ലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കാം. ഈ പാട്ട് മൂലമാണ് നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം എനിക്ക് കിട്ടിയത്. പക്ഷേ നമുക്കിതിനെ റിമൂവ് ചെയ്യാം. ഈ കോപ്പിറൈറ്റ് ക്ലെയിമിനെ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റൈറ്റ് സൈഡിലായിട്ട് നോക്കാം 3 ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കാം, ഇവരിവിടെ ഒരു 3 ഓപ്ഷൻ പ്ലസ് വേറെ ഒരു ഓപ്ഷനും കൂടെ, മൊത്തത്തിൽ ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 3 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ക്ലെയിംഡ് കണ്ടന്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇത് ആ 3 ഓപ്ഷൻ ഏതൊക്കെയാണ്? ഒന്ന് ട്രിം ഔട്ട് സെഗ്മെന്റ്, രണ്ടാമത്തേത് റീപ്ലേസ് സോങ്, മൂന്നാമത്തേത് മ്യൂട്ട് സോങ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. കാരണം നമ്മുടെ ഇതൊരു ലോങ് വീഡിയോ ആണ്. ആ ലോങ് വീഡിയോയിൽ ഒരു 10 സെക്കൻഡിൽ ഒരു 15 സെക്കൻഡിൽ ഒരു ചെറിയ പാർട്ട് മൂലം നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയതാണ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, അതിനെ റിമൂവ് ചെയ്യാം. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കിതിനെ റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിതിനെ ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ട്രിം ഔട്ട് സെഗ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്ലെയിംഡ് കണ്ടന്റ് ഉള്ള പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ പ്ലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കാം. ഈ പാട്ട് മൂലമാണ് നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനെ ട്രിം ചെയ്തതിന് ശേഷം ഈ വീഡിയോ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പ്രിവ്യൂ ട്രിംഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ട്രിം ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയിലെ ആ പാർട്ട് ട്രിം ചെയ്ത് ഈ വീഡിയോ അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഇതിൽ നിന്നും മാറിക്കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് റീപ്ലേസ് സോങ് ആണ്. അപ്പോൾ റീപ്ലേസ് സോങ്ങിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഭാഗം ട്രിമ്മായി പോകത്തില്ല, പകരം അത്രയും ഭാഗത്തുള്ള ആ ക്ലെയിംഡ് കണ്ടന്റ് റീപ്ലേസ് ആയിട്ട് അതിന് പകരം നമുക്ക് യൂട്യൂബിന്റെ ലൈബ്രറിയിൽ നിന്നും ഏതെങ്കിലും മ്യൂസിക്കിനെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ആ ഭാഗത്തെ ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ റീപ്ലേസ് സോങ്ങിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ ഈ വിൻഡോയിൽ യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറി കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡിൽ ക്ലിക്ക് ചെയ്യുക. ആഡിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ നോക്ക്, ഇവിടെയായിട്ട് നമ്മുടെ ആ സെഗ്മെന്റിൽ ആ പ്രോബ്ലം ഉണ്ടായിരുന്ന പാർട്ടിൽ, അതായത് ആ ക്ലെയിംഡ് കണ്ടന്റ് ഇരിക്കുന്ന ആ പാർട്ടിന് ജസ്റ്റ് മുകളിലായിട്ട് ഈ ഓഡിയോ ലൈബ്രറിയിൽ നിന്നുള്ള പാട്ട് വന്നിരുന്ന് അതിനെ റീപ്ലേസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കുറച്ച് സ്കിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് ഈ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്ക്. ഇവിടെ ഈ സോങ് മാറിയിട്ടുണ്ട്. കേട്ട് നോക്കണം. കണ്ടോ, ഈ സോങ് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിമിനെ മാറ്റാവുന്നതാണ്. ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഇതിൽ നിന്നും അപ്ഡേറ്റ് ആയി മാറുന്നതായിരിക്കും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂട്ട് സോങ്. മ്യൂട്ട് ഓപ്ഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് ആ പർട്ടിക്കുലർ സെഗ്മെന്റിൽ വരുമ്പോൾ ക്ലെയിംഡ് കണ്ടന്റിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ ആ ഭാഗത്തെ മ്യൂട്ട് ചെയ്യുക, ആ സോങ്ങിനെ മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മ്യൂട്ട് സോങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ വിൻഡോയിൽ പക്ഷേ അവർ 2 ഓപ്ഷൻസ് തരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് മ്യൂട്ട് ഓൾ സൗണ്ട്സ് വെൻ സോങ് പ്ലേസ്, രണ്ടാമത്തേന്ന് പറയുന്നത് മ്യൂട്ട് സോങ് ഓൺലി. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ, അതായത് മ്യൂട്ട് ഓൾ സൗണ്ട്, അതായത് ആ പർട്ടിക്കുലർ സെഗ്മെന്റിൽ വരുമ്പോൾ ആ ക്ലെയിംഡ് ആയിട്ടുള്ള ആ പാട്ടും, അതായത് കോപ്പിറൈറ്റ് ക്ലെയിം ആയിട്ടുള്ള ആ പാട്ടും, അതേപോലെ മറ്റെന്തെങ്കിലും സൗണ്ട്, അതായത് ആളുകൾ സംസാരിക്കുന്ന ഭാഗം ആ സെഗ്മെന്റിൽ തന്നെ ഉണ്ട്, ആ സൗണ്ടും ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ആ സൗണ്ടിനെ, എല്ലാ സൗണ്ടിനെയും ആ സെഗ്മെന്റിലുള്ളതിനെ അവർ മ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ സൗണ്ടിനെയും, ആ സെഗ്മെന്റിലുള്ള എല്ലാ സൗണ്ടിനെയും മ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിലുള്ള കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. മ്യൂട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂട്ട് സോങ് ഓൺലി എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആ സെഗ്മെന്റിലുള്ള കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള പാട്ടിനെ മാത്രം മ്യൂട്ട് ചെയ്തിട്ട് അവിടെയുള്ള മറ്റ് സൗണ്ടിനെ, ആളുകൾ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അവിടെ തന്നെ വെക്കും. അപ്പോൾ ആ പാട്ടിനെ മാത്രം അവർ മ്യൂട്ട് ചെയ്യും.
പക്ഷേ ഈ രീതിയിൽ നമ്മൾ മ്യൂട്ട് ചെയ്യുകയാണെന്നുള്ളത്, അതായത് ആ പാട്ടിനെ മാത്രമായിട്ട് മ്യൂട്ട് ചെയ്യുകയാണെന്നുള്ളത് അതൊരു സ്ലോ പ്രോസസ്സാണ്. അത് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം മാറുന്നതിനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഏത് ഓപ്ഷനിലാണോ നിങ്ങൾക്ക് ആ സെഗ്മെന്റിനെ മ്യൂട്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അത് ഫാസ്റ്റ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ കോപ്പിറൈറ്റ് ക്ലെയിം മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ഓപ്ഷൻസ്, അതായത് ട്രിം ഔട്ട് സെഗ്മെന്റ്, അതല്ലെങ്കിൽ റീപ്ലേസ് സോങ്, അതല്ലെങ്കിൽ മ്യൂട്ട് സോങ്, ഈ 3 ഓപ്ഷൻസ് നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അത് നിങ്ങൾ യൂസ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് സ്വയം മനസ്സിലായിട്ടുണ്ട് ഈ യൂട്യൂബ് പറയുന്നത് ശരിയാണ്. അതായത് നിങ്ങളുടെ വീഡിയോയിലുള്ള ആ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന സെഗ്മെന്റിലുള്ള ആ കോപ്പിറൈറ്റ് ആയിട്ടെന്ന് പറയുന്ന ആ പാട്ട് അല്ലെങ്കിൽ ആ മ്യൂസിക് അവരത് കോപ്പിറൈറ്റ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുമ്പോഴാണ് നിങ്ങൾ ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഓപ്ഷനുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഡിസ്പ്യൂട്ട്. അത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കാരണം നമുക്ക് സ്വയം അറിയാം ഈ യൂട്യൂബ് പറയുന്ന ഈ സെഗ്മെന്റിലുള്ള ഈ കണ്ടന്റ് അത് ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ എവിടെ നിന്നോ കോപ്പി ചെയ്തിട്ടുള്ളതല്ല. അത് നമുക്ക് സ്വയം അറിയാവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഓപ്ഷനെ യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിനൊരു കൗണ്ടർ ക്ലെയിം ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ഈ ഒരു കണ്ടന്റ് ഞാൻ എവിടെ നിന്നും കോപ്പി ചെയ്തിട്ടുള്ളതല്ല, ഇത് ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ കൗണ്ടർ ക്ലെയിം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള വീഡിയോസും ആയിക്കോട്ടെ, അത് ഫൺ വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, അത് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 30 സെക്കൻഡ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മ്യൂസിക് ആയിരിക്കാം. ഏതെങ്കിലും കാരണം കൊണ്ട് ആ ലോങ് വീഡിയോസിനുള്ളിൽ ഏതെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ട് ആ കാരണം കൊണ്ട് നമുക്ക് ആ വീഡിയോയെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഈ കോപ്പിറൈറ്റ് ക്ലെയിമിനെ റിമൂവ് ചെയ്ത് നമുക്ക് ആ വീഡിയോ എനേബിൾ ചെയ്യാവുന്നതാണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.